ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 60. അർജുൻ ഒരു മര്യാദയുമില്ലാതെ ക്ലാസ്സിലേക്ക് കയറി വന്ന് ലെറ്റർ ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ആനന്ദിന് ഇഷ്ടമായില്ല. അവൻ അർജുനെ ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ പിടിച്ചു നിർത്തി. നീ പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിലേക്ക് കയറി വന്നതേ തെറ്റാണ്. അതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ സാറിനെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയാ എങ്ങനെയാ? മര്യാദക്ക് സോറി പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു. വെറുതെ ചൊറിയാൻ നിൽക്കാതെ അങ്ങോട്ട് മാറുന്നല്ലേ. നിനക്കും നിന്റെ സാറിന്റെ പോലെ ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. ആദ്യം നീ പോയി അത് പഠിച്ചിട്ട് വാ. അർജുൻ പരിഹാസത്തോടെ പറഞ്ഞു. പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോ തലേ കീറി നിറങ്ങാൻ വരുന്നോ? നിന്നെ ഉണ്ടല്ലോ. ആനന്ദ് പറഞ്ഞു തുടങ്ങിയതും അർജുൻ അവന്റെ കാലിൽ ശക്തിയായി കിക്ക് ചെയ്തിരുന്നു. അവൻ ബാലൻസ് കിട്ടാതെ താഴേക്ക് വീണു. ആനന്ദിന് ട്രൈഡന്റ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്താണ് ശീലം. അതുകൊണ്ട് തന്നെ കിക്കിംഗ് പഞ്ചിങ് ഒന്നും അവന് വലിയ വശമില്ല. അതുമാത്രവുമല്ല, ശക്തി കൊണ്ടും അർജുനായിരുന്നു ആനന്ദിനേക്കാൾ മുന്നിൽ. അതുകൊണ്ട് തന്നെയാണ് അർജുന്റെ ഒറ്റ കിക്കിൽ ആനന്ദ് നിലത്ത് വീണതും വേദന കൊണ്ട് പുളയുന്നതും. ഇത് കണ്ട സാറയ്ക്ക് ദേഷ്യം വന്നു. അവൾ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അർജുന് നേരെ ചെന്നു. ആഹാ, വരണം മേഡം. അടി വാങ്ങിക്കാൻ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടോ ചേതൻ സാറിന്റെ പിള്ളേർക്ക്? അർജുൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു. അടി വാങ്ങിക്കാൻ ആർക്കാ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് കാണാം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് സാറ തന്റെ കാലുയർത്തി അവന്റെ നെഞ്ചിൽ കിക്ക് ചെയ്തു. അർജുൻ അവളുടെ കിക്കിന്റെ ശക്തിയിൽ 2 അടി പിന്നിലേക്ക് നീങ്ങി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കുലുക്കവും അവനുണ്ടായില്ല. സാറ കരുതിയത് അവളുടെ ഒരു കിക്കിന് അർജുൻ ആനന്ദ് വീണതുപോലെ വീഴും എന്നാണ്. അതുകൊണ്ട് തന്നെ കൂസലില്ലാതെ നിൽക്കുന്ന അർജുനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അവൾ വീണ്ടും അവനെ കിക്ക് ചെയ്യാനായി മുന്നിലേക്ക് വന്നതും അർജുൻ തന്റെ കൈകൾ ചുഴറ്റിക്കൊണ്ട് അവളേക്കാൾ വേഗത്തിൽ മുന്നിലേക്ക് വന്ന് അവളെ തള്ളി മാറ്റി പഞ്ച് ചെയ്തതും സാറ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് അവനെ തടുത്തു. ഇരുവരും ഏതാണ്ട് ഒരേ നിലയിലുള്ളവരാണെങ്കിലും അർജുൻ അവളേക്കാൾ അല്പം മികച്ചതായിരുന്നു. കൊള്ളാം, കുറച്ച് പവറൊക്കെ ഉണ്ട്. ആദ്യം വന്ന മണ്ടനെ പോലെ അല്ല, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. അവന്റെ പരിഹാസം ഇഷ്ടപ്പെടാതെ സാറ പലതവണ അർജുനെ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിച്ചില്ല. കുറച്ചു സമയം അവൾ അവനോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നെങ്കിലും അവസാനം അവളുടെ തോളിൽ ഒരു ശക്തമായ പഞ്ച് കിട്ടി അവൾ താഴേക്ക് വീണു. അതിനുശേഷം മേഘയും അർജുനെ എതിരിടാൻ ശ്രമിച്ചെങ്കിലും അർജുനേക്കാൾ ശക്തി കുറവായതിനാൽ തടുത്തു നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ അവൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. നിന്നെ ഞാൻ എന്നലറി തന്റെ ആചാനബാഹുവായ ശരീരം കുലുക്കിക്കൊണ്ട് വിവേക് അർജുന് നേരെ ഓടിച്ചെന്നു. വിവേകിന്റെ വലിയ ശരീരമൊക്കെ കാണുമ്പോൾ അവൻ വലിയ ശക്തിശാലിയാണെന്ന് തോന്നുമെങ്കിലും കൂട്ടത്തിൽ തന്നെ ഏറ്റവും വീക്ക് അവനായിരുന്നു. അർജുന്റെ സംസാരവും പെരുമാറ്റവും കണ്ട് ദേഷ്യ സഹിക്ക വയ്യാതെയാണ് വിവേക് അവന് നേരെ അടിക്കാനായി പാഞ്ഞെടുത്തത്. ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. എന്താണ് നടന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ വിവേക് നിലം പതിച്ചിരുന്നു. ഒരു ചെറിയ പഞ്ച് പോലും താങ്ങാനുള്ള ശേഷിയില്ല. പിന്നെയാ കുമ്പയും കുലുക്കി വലിയ വായിൽ വർത്താനവും പറഞ്ഞ് തല്ല് വാങ്ങാൻ ഓടി വരുന്നത്. അർജുൻ വയറ്റിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ നോക്കുമ്പോൾ ചേതന്റെ 4 വിദ്യാർത്ഥികളും നിലത്ത് അവിടിവിടെയായി ചിതറി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കാണെ അവൻ ഊരി ചിരിച്ചു. അവർക്കെല്ലാം അർജുനോട് അടങ്ങാത്ത ദേഷ്യം തോന്നിയെങ്കിലും അവനെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരെല്ലാം. ഇപ്പൊ നിങ്ങൾ കണ്ടത് ശ്യാം സാറിന്റെ സ്റ്റുഡന്റ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ്. ഇപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്റെ സാർ ആരാണെന്നുള്ളത് നിങ്ങളുടെ സാറിന് ഉടനെ മനസ്സിലാവും. നിങ്ങളുടെ സാറിനോട് പറഞ്ഞേക്ക് ശ്യാം സാർ അയാളെ അങ്ങനെ വെറുതെ വിടില്ലെന്ന്. ജീവൻ വേണമെങ്കിൽ സാറിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കാൻ പറ. അഹങ്കാരത്തോടെ അർജുൻ പറഞ്ഞു നിർത്തിയതും. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ലായിരുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന ചേതനായിരുന്നു. കൂടെ തന്നെ ഋഷിയും ഉണ്ടായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന തന്റെ വിദ്യാർത്ഥികളെ കണ്ട് കോപത്തോടെയാണ് അർജുനോട് അവൻ അങ്ങനെ ചോദിച്ചത്. ഇല്ലെങ്കിൽ
അർജുൻ ബാക്കി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അർജുനെ ചേതന ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ചേതനൊരു അധ്യാപകനായതുകൊണ്ട് എതിർത്ത് സംസാരിക്കാൻ കഴിയാതെ അവനൊന്ന് പരിങ്ങി നിന്നു. പിന്നെ തന്റെ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവൻ ചേതന നോക്കി പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ സാറ് പറയുന്നത് കേൾക്കണം, അത്ര തന്നെ. ആ ചേതൻ മെല്ലെ അർജുന്റെ അരയിൽ വന്ന് അവന്റെ തോളിൽ കൈവച്ചു. മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ തോക്കുമെന്ന് നീയും നിന്റെ സാർ ഉറപ്പിച്ചു അല്ലേ? ചേതൻ അവനോട് ചോദിച്ചു. എനിക്കും എന്റെ സാറിന് മാത്രമല്ല, സാറിന് സ്റ്റുഡൻസ് ഒഴികെ ഈ സ്കൂളിലെ എല്ലാവർക്കും അറിയാം ശ്യാം സാറെ ജയിക്കുമെന്ന് അർജുൻ മറുപടി പറഞ്ഞു. അത് കേട്ട് ചേതന് ദേഷ്യം വരാതിരുന്നില്ല എങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ മെല്ലെ പുഞ്ചിരിച്ചു. അപ്പോ അത് അറിഞ്ഞു വെച്ചിട്ടും നിന്റെ സാറ് എന്നോട് ബെറ്റ് വെച്ച് എല്ലാവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ച് എന്നെ അപമാനിക്കാൻ തീരുമാനിച്ചു. നിന്റെ സാർ എന്തിനാ വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് കൂടി എന്നെ പോലെ 0 വാങ്ങിയ ടീച്ചറിന്റെ അടുത്ത് ബെറ്റ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സാറിന് ഈക്വലായ ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ലേ അയാളുടെ പേരിനും പെരുമയ്ക്കും നല്ലത്? ചേതൻ തനിക്ക് ഭയം അഭിനയിച്ച് ചോദിച്ചു. എന്റെ സാർ അതൊക്കെ ആലോചിച്ച് കാണും. ഇനി സാറിന് അത്ര ഭയമാണെങ്കിൽ സാറ് പോയി ക്ഷമ ചോദിച്ചാ ശ്യാം സാറ് വെറുതെ വിടും. അർജുൻ മറുപടി പറഞ്ഞു. ഇല്ല, വേണ്ട. ശ്യാം സാറ് വലിയ ആളല്ലേ, അദ്ദേഹം ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ റിജക്ട് ചെയ്യുന്നത്? ഞാൻ റെഡിയാണെന്ന് പറഞ്ഞേക്ക്, വെറുതെ അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ട. ചേതൻ തംസപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ചേതന് നല്ല ദേഷ്യം വന്നെങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചില്ല. ധ്രുവിനെയും ഭാവനയെയും പറഞ്ഞയച്ചതിന് ശേഷം തന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്ന് കരുതി വന്നതായിരുന്നു ചേതൻ. അപ്പോഴാണ് അർജുൻ ഇവിടെ തന്റെ കുട്ടികളെയെല്ലാം അടിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നത് അവൻ കണ്ടത്. അർജുൻ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ചേതൻ അവനെ വെറുതെ വിട്ടത്. എങ്കിൽ തയ്യാറായിരുന്നോ? ഞാൻ പോകുക, ബൈ ബൈ എന്ന് പറഞ്ഞ് അർജുൻ പോകാൻ ഒരുങ്ങിയതും ആനന്ദ് വീണ്ടും അവനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചേതന്റെ നേരെ തിരിഞ്ഞു. സാർ, ഇവനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ക്ലാസ്സിലേക്ക് വന്നത് തന്നെ വാതിലും തള്ളി തുറന്നാണ്. അതുമാത്രമല്ല, സാറിനെ കുറിച്ച് മോശമായി സംസാരിച്ചു. അത് ചോദിക്കാൻ ചെന്ന ഞങ്ങളെല്ലാം അവൻ അടിക്കുകയും ചെയ്തു. ആനന്ദ് അർജുനെ ഒന്ന് കോപത്തോടെ നോക്കി. എന്നിട്ട് വീണ്ടും ചേതന് നേരെ തിരിഞ്ഞുകൊണ്ട് തുടർന്നു. ഇവനെങ്ങനെ വെറുതെ വിട്ടാ അത് നമുക്കാണ് സാർ നാണക്കേട്. ഇത് സ്കൂളിലുള്ള മറ്റുള്ളവർ അറിഞ്ഞാ എല്ലാവരും കൂടി നമ്മുടെ തലയിൽ കയറി നിറങ്ങാൻ തുടങ്ങും. ക്ലാസ്സിൽ കയറി തല്ലിട്ട് പോകുന്നവനെ എങ്ങനെ വെറുതെ വിടാൻ കഴിയും? ആനന്ദ് ദേഷ്യത്തോടെ ചോദിച്ചു. എന്താടാ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? ഒരു ചെറിയ കിക്ക് കിട്ടിയപ്പോ തന്നെ ഉരുണ്ട് വീണവനായി ഡയലോഗ് അടിക്കുന്നത്. നിനക്കിനിയും എന്റെ കയ്യിൽ നിന്ന് കിട്ടണ്ടെങ്കില് അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അറിയാൻ ആർക്കും കഴിയില്ല, അർജുൻ അഹങ്കാരത്തോടെ പറഞ്ഞു. അത് കേട്ട് ആനന്ദ് വീണ്ടും ചേതനെ നോക്കി. എന്തിനാ സാറിനെ നോക്കുന്നത്? ഒരു പ്രൊഫസർക്ക് സ്റ്റുഡൻസിനെ അടിക്കാനുള്ള അനുവാദമില്ല. ഇനി ആ നിയമവും മറികടന്ന് എന്നെ അടിച്ചാ നിന്റെ സാറിന് ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും. അർജുൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു. മാജിക് സ്കൂളിന്റെ റൂൾസ് അനുസരിച്ച് ഒരു അധ്യാപകന് തന്റെ വിദ്യാർത്ഥികളെ അടിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ ചെയ്ത ആ അധ്യാപകൻ ഡിസ്മിസ് ചെയ്യപ്പെട്ടേക്കാം. ഈ മാജിക് സ്കൂളിലെ സ്ട്രിക്റ്റ് ആയി തന്നെ പാലിച്ചു വരുന്ന റൂളുകൾ ഒന്നാണത്. ഒരു അധ്യാപകന് മറ്റൊരു അധ്യാപകനോട് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു വിദ്യാർത്ഥിയോടും. ഈ റൂളിനെ കുറിച്ച് അവിടെയുള്ളവർക്ക് എല്ലാം അറിയാമായിരുന്നു. അവരെല്ലാം നിശബ്ദരായി നിൽക്കുന്നത് കണ്ട് അർജുൻ ബാക്കിയുള്ള ചേതന്റെ സ്റ്റുഡൻസിനെയും നോക്കി. ഇവിടെ ആർക്കാ ധൈര്യമുള്ളത് എന്നെ തടയാൻ? ഒന്ന് വന്ന് നോക്കിയേ, നിങ്ങളുടെ സാറ് അതൊന്ന് കാണട്ടെ. പെട്ടെന്ന് വന്നാ ഞാൻ എന്റെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് ഇവിടുന്ന് പോവാം, അർജുൻ പുച്ഛത്തോട് പറഞ്ഞു. ചേതന് അർജുനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നറിയാം. അതുപോലെ തന്നെ തന്റെ സ്റ്റുഡൻസിൽ ആർക്കും തന്നെ അർജുനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇത്രയും അഹങ്കാരമെന്നും അവൻ അറിയാം. ചേതൻ സാർ എന്ന് വിളിച്ച് സാറയും മേഘയും അവനെ നോക്കി. ചേതൻ മുമ്പിൽ നിന്നിട്ട് കൂടി അർജുൻ ഇങ്ങനെ അഹങ്കാരത്തോട് സംസാരിക്കുന്നത് കണ്ട് അവർ 4 പേർക്കും വല്ലാത്ത കോപം തോന്നിയിരുന്നു. അടിച്ച അർജുന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ നല്ല ആഗ്രഹമുണ്ടെങ്കിലും നേരത്തെ വാങ്ങിക്കൂട്ടിയ അടിയുടെ ഓർമ്മയുള്ളത് കൊണ്ടും ചേതൻ അവിടെ നിൽക്കുന്നത് കൊണ്ടും അവർ ഒന്നും ചെയ്യാതെ അടങ്ങി നിന്നു. എന്നാൽ ചേതൻ അർജുൻ പറഞ്ഞത് ഒന്നും മൈൻഡ് ചെയ്യാതെ തന്റെ കുട്ടികളുടെ നേരെ തിരിഞ്ഞു. ഇവൻ എന്തൊരു ഓവറാക്കല! ഇത്രയും പറഞ്ഞിട്ട് അവനെങ്ങനെ വെറുതെ വിട്ടാ അത് ശരിയാണോ ഗൈസ്?
ചേതൻ തന്റെ കുട്ടികളോട് എല്ലാവരോടുമായി ചോദിച്ചതും അവർ ആവേശത്തോടെ അല്ലെന്നും തലയാട്ടി. ആ പിന്നൊരു കാര്യം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവൻ ശ്യാം സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഇവൻ മരിച്ചുപോയ അത് വലിയ പ്രശ്നവും. അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ വേണം അടിക്കാൻ. അതിന് നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകാണ് ബെസ്റ്റ്. വിവേക് ഇങ്ങുവാ. ചേതൻ വിവേകിനെ അവന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അർജുനെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു, വിവേക് ഒരു ഭീകരനാ, പക്ഷേ നീ പേടിക്കണ്ട, നിന്നെ കൊല്ലില്ല. ചേതൻ ലാഘവത്തോടെ പറഞ്ഞു. ചേതൻ പറഞ്ഞത് കേട്ട് അർജുൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സാർ ഒരു തമാശക്കാരൻ തന്നെ. എന്തായാലും കൊള്ളാം. ടീച്ചിങ്ങും അറിയില്ല, പക്ഷെ ഇതില് സാറിന് ഞാൻ നല്ല ഭാവി കാണുന്നുണ്ട്. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുന് മാത്രമല്ല, മേഘയ്ക്കും സാറയ്ക്കും ആനന്ദിന് പോലും ചേതൻ ഈ പറഞ്ഞതിൽ വലിയ ഉറപ്പില്ലായിരുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചേതൻ വീണ്ടും പറഞ്ഞു, വിവേക് എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അവനിട്ടൊരു തട്ട് കൊടുക്ക്. അവൻ തകർത്ത നമ്മുടെ ക്ലാസ് റൂമിന്റെ ഡോർ അവൻ തന്നെ വന്ന് ശരിയാക്കി തരുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. പെട്ടെന്ന് ദേഷ്യത്തിൽ അവനെടുത്ത് നിലത്തിട്ട് അലക്കരുത്, കേട്ടല്ലോ? എങ്ങാനവൻ തട്ടിപ്പോയാ നമുക്ക് തന്നെയാ പ്രശ്നം. അതുമല്ല, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്കൂളിലൊരു സ്റ്റുഡന്റ് അല്ലേ, സോ ഒരു മയത്തിലൊക്കെ അടിച്ചാ മതി. ഓക്കെ? ചേതൻ ചോദിച്ചു. ഇവന്റെ അടി കൊണ്ടുപോയെന്ന് ഞാൻ ഡോർ നന്നാക്കി തരണമെന്നോ? സാറിന്റെ തമാശ വീണ്ടും കൊള്ളാം. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ ചേതന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി ഭയപ്പെട്ട് നിൽക്കുന്നത് വിവേക് ഉൾപ്പെടെ അവന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ്. എന്തുപറ്റി? എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? അർജുനെ തല്ലിയ എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് ഓർത്താണോ? ഞാനില്ലേ കൂടെ, ധൈര്യമായി നിൽക്ക്. ചേതൻ പറഞ്ഞു. സാർ അവനെന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ചിട്ടല്ല, ഞങ്ങളുടെ അവസ്ഥ എന്താവെന്ന് ഓർത്തിട്ടാ. ഇപ്പൊ തന്നെ അവന്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങി കൂട്ടിയതേ ഉള്ളൂ. അപ്പോഴാ പിന്നെയും പോയി അടിക്കാൻ പറയുന്നത്, അതും വിവേകിനോട്. അവൻ എങ്ങനെ അർജുനോട് ഫൈറ്റ് ചെയ്യുന്ന സാർ വിചാരിക്കുന്നത്? ആനന്ദ് ചേതന്റെ അടുത്ത് വന്ന് ചോദിച്ചു. അത് കേട്ട് ചിരി അടക്കാൻ വയ്യാതെ വയറിൽ കൈവച്ച് ചിരിക്കുകയായിരുന്നു അർജുൻ. ചേതന്റെ സ്റ്റുഡൻസ് എല്ലാം തന്നേക്കാൾ ബലഹീനരാണെന്നുള്ളത് ആദ്യത്തെ തവണ അവരോട് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ അർജുൻ മനസ്സിലാക്കിയിരുന്നു. അതുമല്ല, ചേതൻ വെറും ഒരു 0 വാങ്ങിയ പ്രൊഫസർ ആണെന്ന് അർജുൻ ഇപ്പോഴും വിശ്വസിച്ചിരുന്നത് കൊണ്ട് ചേതൻ പറഞ്ഞത് അവൻ കുറച്ചു പോലും വകവെച്ചില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. വിവേക് മാത്രമാക്കണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ തന്നെ ഈ ഡോർ ശരിയാക്കി തരാം. ഇനി അതും പോരെങ്കിൽ ഞാൻ അവർക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ കൂടി തരാം. അർജുൻ തന്റെ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. അർജുൻ സമ്പന്നമായ കുടുംബത്തിലെ കുട്ടി കൂടിയായിരുന്നു. 1000 സ്വർണ്ണ നാണയങ്ങൾ അവന് ചെറിയ തുകയായിരുന്നു. സത്യമായിട്ടും 1000 സ്വർണ്ണ നാണയങ്ങൾ കൂടി നീ തരുമോ? ചേതൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ സാർ, ഉറപ്പായിട്ടും തരും. അർജുൻ പിന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ശരി ഗൈസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ കയറി വന്ന് നമ്മുടെ അടുത്ത് തന്നെ വിളച്ചിലെടുക്കുന്നവനെ തിരിച്ചടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവൻ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പണവും തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് ധൈര്യമായി ഇറങ്ങി അടിച്ചോ, ചേതൻ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നിട്ട് വിവേകിനെ വിളിച്ചു. എടാ മോനെ, വാ, വന്ന് നിന്റെ കഴിവ് തെളിയിക്ക്. സർ, ഞാനോ? അത് വേണോ? വിവേക് നിന്ന് തപ്പാൻ തുടങ്ങി. അധ്യായം 61. സാറ് സീരിയസ് ആയിട്ടാണ് ഈ പറയുന്നത്? സാറയ്ക്ക് തന്നെ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ അവനെ തോൽപ്പിക്കാനാ? അർജുനൊരു ബലവാനാണെന്ന് അറിയാവുന്ന വിവേക് ചേതനോട് ചോദിച്ചു. വിവേക്, നിന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചേതൻ വിവേക് ചോദിച്ചത് കേട്ട് അവനോട് പറഞ്ഞു. അവൻ വിവേകിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു. നീ ചേതന്റെ സ്റ്റുഡന്റ് അല്ലേ, പിന്നെ നീ ആരെ ഭയപ്പെടുന്നേ? നീ ഉറപ്പായും ജയിക്കും. ചേതൻ അവന്റെ അരികിൽ ചെന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ മറ്റു സ്റ്റുഡൻസിനെ നോക്കി. വിവേക് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എന്റെ സ്റ്റുഡൻസ് ആണ്. ചേതന്റെ സ്റ്റുഡൻസിനെ തോൽവി എന്നൊന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യവും വെറുതെ ആവാറില്ല. നിങ്ങൾക്കറിയാലോ, അവൻ അവരോട് പറഞ്ഞു. ചേതന്റെ സ്റ്റുഡൻസോ? അർജുൻ അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ചേതൻ അവിടെ പ്രശസ്തനായിരുന്നു. എന്തിന്? ശ്യാമിന്റെ അത്രത്തോളം തന്നെ. പക്ഷേ ശ്യാമിന്റേത് സുപ്രസിദ്ധിയാണെങ്കിൽ ചേതന്റേത് കുപ്രസിദ്ധിയാണെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അർജുൻ അവിടെ നിൽക്കുന്ന ചേതന്റെ സ്റ്റുഡൻസിനെ നോക്കി. വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിനെ അടിക്കാൻ എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരും. പക്ഷെ സാറിന്റെ സ്റ്റുഡൻസ്. അർജുൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് അവനെ കൊന്നു കുഴിച്ചു മൂടാനുള്ള ദേഷ്യമാണ് വിവേകിന് വന്നത്. ചേതന് അത്രയും കഴിവുണ്ടായിട്ട് പോലും അർജുൻ ഇങ്ങനെ പറയുന്നത് അവന്റെ കോപത്തെ വർദ്ധിപ്പിച്ചു.
ചേതന്റെ സ്റ്റുഡന്റ് എന്ന നിലയിൽ എന്ത് വില കൊടുത്തും സാറിന്റെ അഭിമാനം കാക്കുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. തനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, എങ്ങനെയും അർജുനോട് പകരം ചോദിക്കണം എന്ന് ചിന്തിച്ച് അർജുന നേരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നടന്നു. അത് കണ്ട ചേതൻ അവനെ തടഞ്ഞു നിർത്തി. എന്ത് പറ്റി സാർ, ധൈര്യം ചോർന്നു പോയോ? അർജുൻ അത് കണ്ട് പരിഹാസത്തോടെ ചോദിച്ചു. ഈ ചേതന് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുന്ന ശീലമില്ല അർജുൻ. വിവേക് നിന്നേക്കാൾ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യും. നിനക്ക് അവൻ അറിയാത്തത് കൊണ്ടാ. എനിക്ക് ആകെയുള്ള ഭയം അവൻ നിന്നോടുള്ള ദേഷ്യത്തിൽ നിന്നെ തട്ടിക്കളയുമോ എന്നുള്ളതാ. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ. പോരാത്തതിന് നാണക്കേടും. ചേതൻ പുച്ഛത്തോടെ പറഞ്ഞു. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. വിവേക്, നീ ഇങ്ങോട്ട് വാ. നിനക്ക് ഞാൻ ബേസിക് ആയ 3 സ്റ്റെപ്സ് പറഞ്ഞുതരാം. നീ ആ സ്റ്റെപ്സ് മാത്രം എടുത്താൽ മതി. പുഷ്പം പോലെ അവനെ തോപ്പിക്കാം. ചേതൻ വിവേകിനോട് പറഞ്ഞു. വിവേകും ബാക്കിയുള്ള ചേതന്റെ കുട്ടികളും ചേതൻ എന്താവും പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ആശ്ചര്യത്തിലായിരുന്നു. അർജുനാവട്ടെ ചേതൻ നീ എന്താണോ കാണിക്കാൻ പോകുന്നത് എന്നോർത്ത് ഒരു ലാഘവത്തോടെയാണ് നിന്നത്. പിന്നെ മത്സരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പല്ലേ സ്റ്റെപ്സ് പഠിക്കൽ? അർജുൻ ചിന്തിച്ചു. ഓരോ മുറകളും പഠിക്കാൻ ഒരുവൻ രാവും പകലും എന്നില്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. എന്നാലേ അത് മുഴുവനായി ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെയുള്ളപ്പോ അവസാന നിമിഷത്തിൽ മുറകൾ പഠിപ്പിച്ച് അത് വെച്ച് ആ കുട്ടിയെ ജയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ആർക്കാണ് ചിരി വരാത്തത്? വിവേകിന്റെ ഉള്ളിലും ഏതാണ്ട് ഇതേ ചിന്തയൊക്കെ തന്നെയായിരുന്നു. അവൻ മടിച്ച് മടിച്ച് മുന്നോട്ട് ചെന്നു. ചേതൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വിവേകിന് മനസ്സിലായില്ല. ഈ മത്സരത്തിൽ തോറ്റാൽ താൻ മാത്രമല്ല ചേതൻ കൂടിയാണ് നാണം കെടാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ അവന് വിഷമം തോന്നി. വിവേക്, നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട. നീ നമ്മുടെ ചേതൻ സാറിനെ വിശ്വസിക്കേ. സാർ എന്തു പറയുന്നു അതെല്ലാം അതുപോലെ തന്നെ ചെയ്. സാറിന്റെ ഓരോ വാക്കിന് പിന്നിലും ഓരോ അർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ട് സാർ എന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് വാ. നീ ഉറപ്പായും ജയിക്കും. മറ്റുള്ള ടീച്ചേഴ്സിനെ ഒരു കുട്ടി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിക്കാൻ വർഷങ്ങൾ എടുക്കുമ്പോ ചേതൻ സാറിന് വെറും 10 മിനിറ്റ് മതി. അത് വെച്ച് നോക്കുമ്പോ സാറിന് ഇതൊക്കെ നിസ്സാരം. എനിക്ക് സാറിനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നീയും അതേ വിശ്വാസം തന്നെ കാണിക്കണം. ഋഷി വിവേകിന് ആത്മവിശ്വാസം കൊടുക്കാനായി പറഞ്ഞു. ഋഷി ചേതന്റെ കഴിവ് എത്രയാണെന്നുള്ളത് തന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ്. വിചാരണയുടെ സമയത്ത് നടന്ന സംഭവങ്ങളൊന്നും തന്നെ അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. ചേതനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഋഷി നേരിൽ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് ചേതന്റെ മേലെ ഋഷിക്ക് മുഴുവൻ വിശ്വാസവും ഉണ്ടായിരുന്നു. അത് കേട്ട് വിവേക് തലയാട്ടി ചേതന്റെ മുമ്പിലേക്ക് ചെന്നു. കിട്ടി, പോയാ പോയി. ഇതെങ്ങനെ ശരിയായില്ലെങ്കിൽ ഒരു 2 അടി എക്സ്ട്രാ കൊള്ളേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചോളാം. വിവേക് ചിന്തിച്ചു. അടി കിട്ടുമെന്ന ഭയത്തിൽ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത് ഭീരുക്കളാണെന്നാണ് വിവേക് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്മാറാൻ അവൻ തയ്യാറല്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വാ. ചേതൻ എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. നിങ്ങളും ഞാനീ കാണിക്കാൻ പോകുന്നത് നോക്കി വെച്ചോ. നിങ്ങൾക്ക് അത് ഭാവിയിൽ ഉപകരിക്കും. ചേതൻ അവരോട് പറഞ്ഞു. അത് കേട്ട് 5 പേരും തലയാട്ടി ചേതന്റെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ചേതൻ ഇടത് കൈ മുന്നിലേക്ക് നീക്കി അതിലെ 5 വിരലുകളും വിടർത്തിപ്പിടിച്ചു. ആ സ്റ്റെപ്പ് വെറും ബേസിക് സ്റ്റെപ്പായിരുന്നു. ഫൈറ്റർ പോലും അല്ലാത്ത സാധാരണ മനുഷ്യർക്ക് വരെ അറിയാൻ കഴിയുന്ന അത്ര ബേസിക് സ്റ്റെപ്പ്. ഇതാണ് 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ചേതൻ അവന്റെ ഇടത് കാലെടുത്ത് വലത്തോട്ട് വെച്ച് കാണിച്ചു. ഇത് 3ാമത്തേത്. ചേതൻ തന്റെ വലത് കൈ മുഷ്ടി ചുരുട്ടി മുന്നിലേക്ക് പഞ്ച് ചെയ്തു. ഇതോ? അവർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. ചേതൻ കാണിച്ചു തന്ന സ്റ്റെപ്സ് കണ്ട് അവർക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയില്ലായിരുന്നു. സാർ, ഞങ്ങളെ കളിയാക്കുവാണോ? ഈ 3 സ്റ്റെപ്പും എല്ലാ ഫൈറ്റേഴ്സും അറിഞ്ഞിരിക്കുന്ന ബേസിക് സ്റ്റെപ്സ് ആണ്. ഇതാ അർജുനും അറിയായിരിക്കും. അവനത് ഈസിയായി തടുക്കുകയും ചെയ്യും. ഈ 3 സ്റ്റെപ്പും വെച്ച് നമ്മളെ കൊണ്ട് ജയിക്കാൻ കഴിയുമോ? സാറ തന്റെ സംശയം ചേതനോട് ചോദിച്ചു. അർജുനും ഇത് കണ്ട് ആകെ ചിരിച്ചു മറയുകയായിരുന്നു. അല്ലെങ്കിലും ഇതൊക്കെ കാണിച്ചാൽ ആരാ ചിരിക്കാതിരിക്കുക? ചേതൻ സാർ, സാറിന്റെ ഡയലോഗ് കേട്ടപ്പോ ഞാൻ കരുതി എന്തോ ഭീകരമായ മുറകളൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് എന്നെ തോൽപ്പിക്കാൻ പോവാണെന്ന്. പക്ഷെ സത്യം പറയാലോ, എനിക്കിതെല്ലാം കണ്ടിട്ട് ചിരിയാ വരുന്നത്. അതും ആരെങ്കിലും അവരുടെ എതിരാളിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുക്കോ? 3 അടിക്ക് താഴെ വീഴാൻ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞ് അർജുൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ചേതൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ വിവേകിനെ നോക്കി. വിവേക്, ഈ ടെക്നിക്ക് കാണാൻ വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് ഉപയോഗിച്ച ഉറപ്പായും നിനക്ക് അർജുനെ തോപ്പിക്കാൻ കഴിയും. ചേതൻ എത്ര മോട്ടിവേഷൻ തന്നെന്ന് പറഞ്ഞാലും ഈ 3 സ്റ്റെപ്സ് മാത്രം വെച്ച് ഒന്നും ചെയ്യാനാവില്ലെന്ന ചിന്തയിൽ വിവേകിന്റെ മുഖം വാടിയിരുന്നു.
ഒരു ഫൈറ്റിൽ പോലും ഉപയോഗിക്കാൻ കഴിയാത്തത്ര ബലഹീനമായവയായിരുന്നു ആ മുറകൾ. അർജുൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പോലും തടുത്തു നിർത്താൻ കഴിയുന്നവ. ഇതുകൊണ്ട് എങ്ങനെയാണ് താൻ അർജുനെ നേരിടാൻ പോവുക എന്നവൻ അറിയില്ലായിരുന്നു. ചേതൻ അവനെ നോക്കി. ഓ എന്ന് പറഞ്ഞതും അവൻ ശരിയെന്ന് പറഞ്ഞ് മുന്നിലേക്ക് ചെന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന ഒരു യോദ്ധാവിന്റെ പോലെയായിരുന്നു വിവേകിന്റെ മുഖഭാവം. അവൻ അർജുന്റെ മുമ്പിൽ ചെന്ന് നിന്നു. വാ, സ്റ്റാർട്ട് ചെയ്യാം. വിവേക് അർജുനെ പോരിനായി വിളിച്ചു. അർജുനാവട്ടെ വിവേകിനൊരു മണ്ടനെ പോലെയാണ് നോക്കിയത്. വിവേക്, വെറുതെ വന്ന് അടി വാങ്ങി കൂട്ടണോ? ഞാൻ നിനക്കൊരു അവസരം കൂടി തരാം. ഒന്നും നോക്കണ്ട, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഞാൻ നിന്നെ വെറുതെ വിടാം. അല്ലാതെ നിന്നെ സാറ് പറയുമ്പോൾ ആ 3 സ്റ്റെപ്സും വെച്ച് നിനക്കെന്നെ തോപ്പിക്കാനൊന്നും പറ്റില്ല. തോക്കാൻ കച്ച കെട്ടി ഇറങ്ങിയതുപോലെയാ നിന്റെയും നിന്റെ സാറിന്റെയും കളി. അർജുൻ വീണ്ടും കിടന്ന് ചിരിക്കാൻ തുടങ്ങി. അതും കൂടെ കേട്ടതോടെ വിവേകിന് ദേഷ്യം സഹിക്കാനായില്ല. അവന്റെ അഹങ്കാരത്തിന് എന്ത് വന്നാലും മറുപടി കൊടുക്കണമെന്ന് കരുതി വിവേക് അവന് നേരെ അലറിക്കൊണ്ട് പാഞ്ഞു ചെന്നു. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ശരി, ചാവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ. അർജുൻ ഒരടി മുന്നിലേക്ക് വെച്ച് വലത് കൈകൊണ്ട് വിവേകിനെ പഞ്ച് ചെയ്തതും വിവേക് തെറിച്ച് നിലത്ത് പോയി വീണു. ചേതൻ പറഞ്ഞു കൊടുത്ത മുറകൾ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടാതിരുന്നത് കൊണ്ട് വിവേക് കുഞ്ഞുനാൾ മുതലേ അറിയുന്ന തന്റെ ആദ്യത്തെ മുറയാണ് അർജുന് നേരെ പ്രയോഗിച്ചത്. ആയോധന കലകൾ അഭ്യസിച്ചിരുന്ന ഒരു യോദ്ധാവിനെ പോലെയല്ല, തെരുവിൽ തല്ലുകൂടുന്ന ഒരു തെമ്മാടിയെ പോലെയാണ് വിവേക് അവനെ എതിരിടാൻ ശ്രമിച്ചത്. കുറഞ്ഞ പക്ഷം അവൻ തന്നെ ഒരു വിവരമില്ലാത്തവനായി കാണരുതെന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ അർജുൻ അതിൽ നിന്നും നിസ്സാരമായി തന്നെ ഒഴിഞ്ഞു മാറി. വിവേക് വീണെടുത്തു നിന്നും എഴുന്നേറ്റ് അർജുന് നേരെ വീണ്ടും ചെന്നു. വിവേകിന്റെ മുറകൾ തെരുവിൽ അടിയുണ്ടാക്കുന്നവർക്ക് നേരെ ചിലപ്പോൾ ഫലവത്താകുമായിരിക്കും. പക്ഷേ അർജുനെ പോലെ ഒരു തികഞ്ഞ യോദ്ധാവിന്റെ മുമ്പിൽ അത് ഒട്ടും തന്നെ വിലപ്പോകില്ല. എങ്ങനെയും ജയിച്ച് ചേതന്റെ പേര് മോശമാക്കാതെ നോക്കണം എന്നുള്ളത് കൊണ്ട് വിവേക് ചത്താലും വേണ്ടില്ല എന്ന് കരുതി ചേതൻ പഠിപ്പിച്ച മുറ തന്നെ അവസാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതേസമയം തന്നെ ചേതൻ ടെലിപ്പതിയുടെ സഹായത്തോടെ സംസാരിക്കുവാൻ തീരുമാനിച്ചു. വിവേക്, നീ ഞാൻ പറഞ്ഞു തന്ന മുറകൾ ഉപയോഗിക്കേ. പക്ഷേ അത് ഉപയോഗിക്കുന്നത് ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ടായിരിക്കണം. വലത് കൈ കൊണ്ട് ചെയ്യാൻ പറഞ്ഞത് ഇടത് കൈ കൊണ്ടും, ഇടത് കൈ കൊണ്ട് ചെയ്യാൻ പറഞ്ഞത് വലത് കൈ കൊണ്ടും ചെയ്യണം. എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോ മുഷ്ടി ചുരുട്ടിയല്ല, വിരലുകൾ നിവർത്തിപ്പിടിച്ച് അവന്റെ കഴുത്തിന് 10 സെന്റിമീറ്റർ താഴെയായി നെഞ്ചിൽ കുത്തണം. ചേതൻ വിവേകിനോട് ടെലിപ്പതിയിലൂടെ പറഞ്ഞു. ടെലിപ്പതി ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി കുറഞ്ഞ പക്ഷം ഡോൺ 5 സ്റ്റേജിലെങ്കിലും ആയിരിക്കണം. ചേതൻ തന്നോട് ടെലിപ്പതിയിലൂടെ സംസാരിക്കുന്നത് കേട്ടതും വിവേകിന്റെ കണ്ണൊന്നും മിഴിഞ്ഞു വന്നെങ്കിലും അവൻ പെട്ടെന്ന് തന്റെ ഭാവം മറച്ചു. ചേതനും വിവേകും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നല്ല ക്ലിയർ ആയി തന്നെയാണ് വിവേക് ചേതന്റെ ശബ്ദം തന്റെ ഉള്ളിൽ കേട്ടത്. അവർ മറ്റാരും അറിയാതെ ടെലിപ്പതിയിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു. അർജുന്റെ മുന്നിൽ ചേതൻ കാണിച്ചതത്രയും അവന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി ഇപ്പോ ചേതൻ പറഞ്ഞത് വിശ്വസിക്കാൻ തന്നെ വിവേക് തീരുമാനിച്ചു. എന്തായാലും അടി വാങ്ങിക്കൂട്ടും. അപ്പൊ പിന്നെ സാറ് പറഞ്ഞതൊന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ, വിവേക് ചിന്തിച്ചു. അത് മാത്രവുമല്ല, ചേതൻ പറഞ്ഞത് പരീക്ഷിച്ചു നോക്കുക അല്ലാതെ അർജുനെ തോപ്പിക്കാൻ അവന്റെ മുമ്പിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിവേക് വേഗം തന്നെ ചേതൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മുറകളും ഓപ്പോസിറ്റ് കൈകൾ കൊണ്ട് ചെയ്തു. അത് ചെയ്യാൻ അവന് എളുപ്പമായിരുന്നു. വിവേക് തന്റെ മുറകൾ പെട്ടെന്ന് മാറ്റിയത് അർജുനെ ഒന്ന് ആശ്ചര്യപ്പെടുത്തി. അർജുൻ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞ് തന്റെ അടുത്ത മൂവ് കൊണ്ട് വിവേകിനെ തീർക്കാൻ ഒരുങ്ങിയതും വിവേക് ചേതൻ നേരത്തെ പറഞ്ഞ കാലുകൊണ്ടുള്ള മൂവ് ചെയ്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എനിക്കിപ്പോ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇവൻ എല്ലാ മുറകളും ഓപ്പോസിറ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അർജുൻ ചിന്തിച്ചു. അടുത്തത് തന്റെ മുഖത്തേക്കുള്ള പഞ്ചാണെന്ന് മനസ്സിലാക്കി അർജുൻ തന്റെ മീതെ കൈകൾ വെച്ച് തടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ചേതന പഞ്ചിന് പകരം അവന്റെ നെഞ്ചിന് താഴെ കുത്താൻ പറഞ്ഞത് പാവത്തിന് അറിയില്ലല്ലോ. എല്ലാ മുറകളും തല തിരിച്ച് ചെയ്തതുകൊണ്ട് ഇതും അങ്ങനെ ചെയ്ത് തന്റെ മുഖത്താവും വിവേക് പഞ്ച് ചെയ്യുക എന്നാണ് അർജുൻ കരുതിയത്. അർജുനെ തോൽപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമേ വിവേകിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അർജുൻ തന്റെ മുഖം കവർ ചെയ്തതും വിവേക് ചേതൻ പറഞ്ഞതുപോലെ അവന്റെ നെഞ്ചിന് താഴെയായി വിരലുകൾ നിവർത്തി ശക്തിയിൽ കുത്തി. ആ കുത്തുകൊണ്ടതും എന്നലറിക്കൊണ്ട് അർജുൻ നിലത്തേക്ക് വീണു. ഇത് കണ്ടു നിന്ന ചേതന്റെ മറ്റു കുട്ടികളെല്ലാം അത്ഭുതത്തോടെ നോക്കി. അധ്യായം 62. വിവേകിന്റെ ഇടിയിൽ നിന്നും രക്ഷപ്പെടാൻ അർജുൻ തന്റെ മുഖം മറച്ചതും വിവേക്
ചേതൻ പറഞ്ഞതുപോലെ അവന്റെ നെഞ്ചിന് താഴെയായി കുത്തി. അപ്രതീക്ഷിതമായി വന്ന ആ മൂവിൽ അർജുൻ വേദന കൊണ്ട് അലറി നിലത്തേക്ക് വീണു. അത് കണ്ട് വിവേകിന് തന്നെ അമ്പരപ്പുണ്ടായി. കാരണം ചേതൻ പഠിപ്പിച്ച അടവുകൾ താൻ ശരിക്കും മനസ്സിലാക്കിയൊന്നുമില്ലായിരുന്നു. ഒരു വിധത്തിൽ ഒപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോഴേക്കും എങ്ങനെ അർജുനെ പോലെ ഒരു പോരാളി വീണു പോവുക എന്ന് അവൻ ഓർത്തു. നിലത്തേക്ക് വീണ ഉടനെ തന്നെ അർജുൻ എഴുന്നേറ്റുവെങ്കിലും അവന്റെ മുതുക് കഠിനമായി വേദനിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് തന്നെ ആ വേദന അസഹനീയമായ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അവന്റെ ശരീരം ആകെ വിയർക്കാൻ തുടങ്ങി. ഇവൻ എങ്ങനെ എന്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയത്? വേദന കൊണ്ട് പൊളയുന്നതിനിടെ അർജുൻ ചിന്തിച്ചു. അവൻ ആർക്കും പറഞ്ഞു കൊടുക്കാതെ രഹസ്യമായി വെച്ച തന്റെ വീക്ക് പോയിന്റ് വിവേക് അത് കറക്റ്റായി കണ്ടുപിടിച്ച് അവിടെ തന്നെ പഞ്ച് ചെയ്തത് അവനെ വല്ലാതെ ഞെട്ടിച്ചു. ചേതൻ കാണിച്ച മുറകൾ നേരെ വിപരീതമായി ചെയ്തത് തന്റെ വീക്ക് പോയിന്റിൽ ഇടിക്കാൻ കാണിച്ച തന്ത്രവും അവനെ അത്ഭുതപ്പെടുത്തി. മുതുകിൽ നിന്നും നെഞ്ചിന്റെ കീഴിൽ നിന്നും എല്ലാമുള്ള വേദന കൊണ്ട് ആകെ ഉലഞ്ഞു നിൽക്കുകയായിരുന്നു അർജുൻ. അർജുന്റെ വീക്ക് പോയിന്റ് ആണ് അതെന്നോ അവിടെ ഇടിച്ചത് കൊണ്ടാണ് അർജുൻ വീണതെന്നോ സത്യത്തിൽ വിവേകിന് അറിയില്ലായിരുന്നു. ചേതൻ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് മാത്രം. അർജുന്റെ ആ നിൽപ്പ് കണ്ടതും ഇതാണ് അവനെ വീഴ്ത്താനുള്ള പറ്റിയ സമയമെന്ന് വിവേകിന് മനസ്സിലായി. കിട്ടിയ അവസരം മുതലെടുത്ത് വിവേക് അലറിക്കൊണ്ട് അർജുന്റെ നേരെ ഓടിച്ചെന്നു. അർജുനൊന്ന് നിവരാൻ പോലും അവസരം കൊടുക്കാതെ അവനെ തുടരെ അടിച്ചുകൊണ്ടിരുന്നു. വിവേകിന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ പോലും അർജുന് കഴിയുന്നുണ്ടായിരുന്നില്ല. വീക്ക് പോയിന്റിൽ കിട്ടിയ ഒറ്റ ഇടി കൊണ്ട് തന്നെ അവനാകെ വിളറിപ്പോയിരുന്നു. വിവേകിൽ നിന്നും കിട്ടിയ അവസാനത്തെ അടിയിൽ അർജുൻ നിലത്തേക്ക് വീണു. എന്നിട്ടും പക തീരാതെ വിവേക് അവന്റെ നെഞ്ചിന്റെ കുറുകെ ഇരുന്ന് മുഖത്ത് പഞ്ച് ചെയ്യാൻ തുടങ്ങി. വിവേക് തന്റെ ദേഹത്ത് വന്നിരുന്നപ്പോഴാണ് അർജുൻ സ്വബോധത്തിലേക്ക് വന്നത്. അവൻ തന്നെ കൊന്നിട്ടേ ഇവിടെ നിന്ന് പോകുമെന്ന് അർജുൻ ഭയന്നു. അർജുൻ കേമപ്പെട്ട ഒരു അധ്യാപകന്റെ സ്റ്റുഡന്റ് മാത്രമല്ല, ആ സ്കൂളിലെ തന്നെ ടോപ്പ് സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു. റാങ്കിങ്ങിൽ 4th റാങ്ക് ഉള്ളവൻ. അങ്ങനെയുള്ള അവനാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് റാങ്കിലുള്ള വിവേകിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ അടി വാങ്ങി കൂട്ടുന്നത്. അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കും തോറും അർജുന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ തല കീഴായി മറഞ്ഞത്. അലറിക്കൊണ്ട് അർജുൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ വിവേക് ആരാണെന്ന്? അടിയുണ്ടാക്കാൻ വരുമോ അത് ആരുടെ അടുത്താണെന്ന് കൂടി അറിഞ്ഞിട്ട് വേണം വരാൻ, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് തല്ലു വാങ്ങി കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വിവേക് അവനെ അടിച്ചുകൊണ്ടിരുന്നു. വേദന കൊണ്ട് പൊളയുന്നതിനിടയ്ക്കും അത് കേട്ട് അർജുന് ദേഷ്യം വന്നു. അവൻ വിവേകിനെ നിലത്തേക്ക് തള്ളിയിടാൻ നോക്കിയെങ്കിലും വിവേകിന് നല്ല ഭാരമുള്ളത് കൊണ്ട് അവനെ തന്റെ ദേഹത്ത് നിന്ന് ഒരു തരി പോലും നീക്കാൻ അർജുന് കഴിഞ്ഞില്ല. ഇത് കണ്ട് വിവേക് അർജുന്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ അമർന്നിരുന്നു. അർജുൻ വേദന കൊണ്ട് പിടഞ്ഞു. ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അർജുൻ അലറി തീരുന്നതിന് മുമ്പ് വിവേക് അവന്റെ മുഖത്ത് പഞ്ച് ചെയ്തു. സാറയും ബാക്കിയുള്ള സ്റ്റുഡൻസും ഈ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. അവർക്ക് തങ്ങൾ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നിമിഷം മുമ്പ് വരെ അർജുൻ തങ്ങളെക്കാൾ ബലവാനാണെന്നും അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും വിചാരിച്ചിരുന്നവരാണവർ. കാരണം നേരത്തെ അവർക്കാർക്കും അർജുനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചേതൻ വന്നതിന് ശേഷം അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വീക്കായ വിവേകാണ് അർജുനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നത്. വിവേക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഒരു നല്ല ഫൈറ്ററായി മാറിയത് എന്നുള്ള ചോദ്യം അവർ എല്ലാവരിലും ഉണ്ടായിരുന്നു. ഇതിനേക്കാളേറെ അവരെ ആശ്ചര്യപ്പെടുത്തിയത് ചേതൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അഭ്യാസ മുറകളാണ്. വളരെ ബേസിക്കായ അത് വെച്ച് എങ്ങനെയാണ് ഇത്രയും ശക്തനായ അർജുനെ വീഴ്ത്താൻ കഴിഞ്ഞത്? വിവേക്, മതി അവനെ തല്ലിയത്. അവനെ കൊല്ലരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ നിന്നെ വിട്ടത്. മതി, എഴുന്നേറ്റ് വാ. അർജുന നില മോശമാവുന്നത് കണ്ടതും ചേതൻ ഇടപെട്ടു. അപ്പോഴേക്കും വിവേക് അടിച്ച് അർജുനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാക്കിയിരുന്നു. ചേതൻ വിവേകിനെ പിടിച്ചു മാറ്റാൻ ചെന്നു. അർജുനെ അവിടേക്ക് പറഞ്ഞയച്ചത് ശ്യാമാണ്. അതുകൊണ്ട് അർജുൻ എന്തെങ്കിലും പറ്റിയാൽ അതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന് ചേതൻ അറിയാം. അധ്യാപകർ കുട്ടികൾക്ക് ആയോധന മുറകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ഫൈറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ജീവനെ ബാധിക്കാത്ത വിധത്തിലുള്ള വിദ്യകളാവണം പറഞ്ഞു കൊടുക്കേണ്ടത്. അതുമല്ല, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെ മോണിറ്റർ ചെയ്യുകയും വേണം. ഓരോ അധ്യാപകരും ഫൈറ്റ് ചെയ്യാൻ ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. അവരത് അവരുടെ വിദ്യാർത്ഥികൾക്കും പകർന്നു കൊടുക്കും. എന്നാൽ ചേതൻ അങ്ങനെ ആയിരുന്നില്ല.
ചേതൻ തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ഉപയോഗിച്ച് എതിരെ നിൽക്കുന്നവന്റെ നീക്കം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് അത് അവർക്കെതിരെ ഉപയോഗിക്കും. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എതിരെ നിൽക്കുന്നവന്റെ കുറവുകൾ അറിഞ്ഞ് അതിനെതിരെയുള്ള അടവുകൾ പ്രയോഗിച്ചാൽ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയും. അതേ വിദ്യ തന്നെയാണ് ചേതൻ ഇവിടെയും ഉപയോഗിച്ചത്. അങ്ങനെയാണ് നിസ്സാരമായി വിവേക് അർജുനെ തോൽപ്പിച്ചത്. വിവേക്, നിന്നോടാണ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞത്. ചേതൻ ശാസനയോടെ പറഞ്ഞതും വിവേക് ഒരു തവണ കൂടി അർജുന്റെ മുഖത്ത് പഞ്ച് ചെയ്തതിനു ശേഷം അവന്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റ് മാറി. അവൻ ചേതന്റെ അടുത്തേക്ക് ചെന്നു. അർജുന്റെ മുഖം ആകെ നീരി വെച്ച് വീങ്ങി. അവന്റെ കണ്ണിന് ചുറ്റുമായി രക്തം കട്ട പിടിച്ച് പർപ്പിൾ നിറത്തിലെ പാട് വന്നിരുന്നു. അവന്റെ ചുണ്ടിൽ നിന്നും ചോരയും ഒലിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അർജുന്റെ സുന്ദരമായ മുഖം വിവേക് ഇടിച്ച് കാണാൻ പറ്റാത്ത കോലത്തിലാക്കി എന്ന് വേണം പറയാൻ. ദാ ഇപ്പോ ജയിച്ചെന്ന് കരുതി വലിയ ആളായെന്ന് കരുതണ്ട. അർജുൻ വാശിയിൽ പറഞ്ഞതും വിവേകിന് വീണ്ടും ദേഷ്യം വന്നു. അർജുനെ വെറുതെ വിട്ടിട്ട് വന്നത് ശരിയായില്ലെന്ന് തോന്നിയെങ്കിലും അവൻ മിണ്ടാതെ നിന്നു. കാരണം തനിക്ക് തൊടാൻ പോലും കഴിയില്ല എന്ന് കരുതിയ ഒരുത്തനെ തോൽപ്പിച്ചതോർത്ത് അവന്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു. വിവേക് തിരിച്ചൊന്നും പറയാത്തത് കണ്ട് അർജുൻ സംശയിച്ചെങ്കിലും വീണ്ടും ഇളക്കി വിട്ട് അവനുമായി മത്സരിക്കാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. അർജുൻ വേദന സഹിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു. ചേതൻ ഇത് കണ്ടതും ഒന്ന് ചിരിച്ചുകൊണ്ട് വിവേകിനെ തോളത്ത് തട്ടി. കൊള്ളാം വിവേക്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ അവന്റെ മുഖം ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇനി നീ നിന്റെ സീറ്റിൽ പോയിരുന്നു. ചേതൻ വിവേകിനോട് പറഞ്ഞത് കേട്ടതും അർജുന് ആകെ അപമാനിതനായി തോന്നി. പക്ഷേ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അടങ്ങി നിന്നു. എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരവസരം ഇനിയും കിട്ടുമെന്ന് അവൻ മനസ്സിലോർത്തു. ആനന്ദ്, നീ ഇങ്ങനെ നിന്നാ മതിയോ? വിവേകിനെ പോലെ നിനക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടേ? നിന്നേക്കാൾ പവർഫുൾ ആണെന്ന് കരുതുന്നവനെ അടിച്ചു വീഴ്ത്തി നിന്റെ പവർ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? ചേതൻ ആനന്ദിനോട് ചോദിച്ചു. എന്ത്, ഇനിയും ഒരു ഫൈറ്റോ? അർജുൻ ഞെട്ടലോടെ മനസ്സിലോർത്തു. ഇല്ല, ഇതിലെന്തോ പന്തികേടുണ്ട്. എന്നെ നാണം കെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് അതൊക്കെ. തോറ്റ് പിന്മാറരുത്. ഇത്തവണ തിരിച്ചടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കാൻ നോക്കണം. ഇനിയും വേദനിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന സ്കൂളിലെ എന്റെ മാനം തന്നെ പോവും. അർജുൻ അവന് തന്നെ ആത്മവിശ്വാസം കൊടുത്തു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ എവിടെ നിന്നോ കുറച്ച് ശക്തി വന്നതുപോലെ തോന്നി. ഇത്തവണ ആനന്ദിനെ വെറുതെ വിടില്ലെന്ന് അർജുൻ ഉറപ്പിച്ചു. അവൻ ഫൈറ്റ് ചെയ്യാനായി വീണ്ടും തയ്യാറായി. എന്നോട് ഫൈറ്റ് ചെയ്തേ പറ്റുമെന്നാണെങ്കിൽ ഞാൻ റെഡിയാ. വാ, ഒരു കൈ നോക്കാം. അർജുൻ ആനന്ദിനെ നോക്കി പറഞ്ഞു. കഴിഞ്ഞ തവണ അർജുൻ ഒരേ ഒരു കിക്ക് കൊണ്ട് ആനന്ദിനെ എടുത്തെറിഞ്ഞതാണ്. പക്ഷേ വിവേകിനോട് പൊരുതി ഓർമ്മ ഉള്ളതുകൊണ്ട് ഇത്തവണ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അർജുൻ തീരുമാനിച്ചു. ആനന്ദിന്റെ മേലെ ഒരു പ്രഹരം ഏൽപ്പിച്ച് അവന്റെ ആത്മവിശ്വാസം തകർത്താൽ പിന്നെ അവനെ തോൽപ്പിക്കുന്നത് എളുപ്പമാകുമെന്ന് അർജുൻ കണക്കുകൂട്ടി. ധൈര്യമുണ്ടെങ്കിൽ വാടാ. അർജുൻ ആനന്ദിനെ നോക്കി അലറി. ദാ വരുവാടാ, ഇന്ന് നിന്നെ ഞാൻ തീർക്കും എന്നലറിക്കൊണ്ട് ആനന്ദും അർജുന് നേരെ പാഞ്ഞു ചെന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യാൻ ആരംഭിച്ചു. നേരത്തെ ഒരടി കൊണ്ട് തന്നെ വീണ ആനന്ദിനിപ്പോ പുതിയ ശക്തികൾ ലഭിച്ചതുപോലെയായിരുന്നു അവന്റെ പ്രകടനം. നേരെ നിന്ന് അടിക്കുന്നതിന് പകരം ആനന്ദ് അവന്റെ ചുറ്റും ഓടിക്കൊണ്ടായിരുന്നു അടിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് അടിക്കടാ, ദേഷ്യത്തോടെ പറഞ്ഞു. നേരത്തെ ആയിരുന്നെങ്കിൽ ആനന്ദ് ഇങ്ങനെ ചുറ്റും കിടന്ന് ഓടിയാലും അർജുന് അവനെ പിടിച്ചു നിർത്തി അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വിവേകുമായുള്ള പോരാട്ടത്തിന് ശേഷമുള്ള അവസ്ഥ വെച്ച് അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. അർജുന് മനസ്സിന് ധൈര്യമുണ്ടായിരുന്നുവെങ്കിലും അവന്റെ ശരീരം അതിനൊത്ത് നിന്നില്ല. വീക്ക് പോയിന്റിനേറ്റ ഇടിയിൽ അവൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ ആനന്ദിനെ നേരിടുന്നത് അർജുന് ബാലി കേറാ മല പോലെയാണ് അനുഭവപ്പെട്ടത്. അർജുന്റെ ഭീഷണി കേട്ടതും ആനന്ദ് ചേതൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 സ്റ്റെപ്പും ചെയ്തു. ഓ, തുടങ്ങിയോ? നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്തവണ അത് നടക്കില്ല. ആനന്ദും വിവേകിന്റെ അതേ പാതയാണ് തുടരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർജുൻ മനസ്സിൽ പറഞ്ഞു. ഒരു തവണ തന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് പറ്റിയ അതേ തെറ്റ് താൻ ഇനി ആവർത്തിക്കില്ലെന്ന് അർജുൻ ഉറപ്പിച്ചു. അവൻ അതുകൊണ്ട് തന്നെ തന്റെ വീക്ക് പോയിന്റ് ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായി നിന്നു. ആനന്ദ് ചേതൻ പഠിപ്പിച്ച 3ാമത്തെ സ്റ്റെപ്പായി അർജുന്റെ നെഞ്ചിന്റെ നേരെ തന്റെ വലത് കൈ കൊണ്ട് വന്നതും അർജുൻ അത് തടഞ്ഞു നിർത്തി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ആനന്ദ് അവന്റെ ഇടത് കൈ കൊണ്ട് അർജുന്റെ താടി എല്ലിലിട്ട് പഞ്ച് ചെയ്തു. ആനന്ദിന്റെ പഞ്ചിന്റെ ശക്തിയിൽ അർജുൻ 2 അടി പിന്നിലേക്ക് മാറി.
അവൻ വേദന സഹിക്കാനാവാതെ പിടഞ്ഞു. ഇവനെന്താ വിവേക് ചെയ്ത പോലെ ചെയ്യാതിരുന്നത്? അർജുൻ ചിന്തിച്ചു. വിവേകിന്റെ പഞ്ചുകളേക്കാൾ ശക്തിയുള്ളവയായിരുന്നു ആനന്ദിന്റേത്. അതിനാൽ ഒരു പഞ്ചിന്റെ ശക്തിയിൽ തന്നെ അർജുന് തല കറങ്ങുന്നത് പോലെ തോന്നി. കള്ളക്കളി കളിക്കുന്നോടാ? അർജുൻ തന്റെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ ആനന്ദ് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ അർജുന്റെ കൈ ഒരു കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് മറു കൈ കൊണ്ട് അവന്റെ വീക്ക് പോയിന്റിൽ തുടരെ പഞ്ച് ചെയ്തു. അർജുൻ അവന്റെ പിടിയിൽ നിന്നും ഒരു കണക്കിന് ഒഴിഞ്ഞു മാറിയെങ്കിലും വേദന കൊണ്ട് അവന്റെ ശരീരം പഴയതിലും വീക്കായി മാറി. വിവേകിന്റെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങി അർജുൻ നേരത്തെ തന്നെ തളർന്നിരിക്കുകയായതുകൊണ്ട് തന്റെ ഇടികിട്ടി അർജുൻ മരിച്ചു പോകാതിരിക്കാൻ മാത്രം ആനന്ദ് ശ്രദ്ധിച്ചു. അർജുൻ ആണെങ്കിൽ ആര് എവിടെ അടി തരുന്നത് എന്നൊന്നും മനസ്സിലാക്കാത്ത അവസ്ഥയിലായിരുന്നു. അർജുൻ വേദനയും ദേഷ്യവും സഹിക്കവയ്യാതെ അലറി. എന്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി ഇവർ മാറി മാറി എന്നെ അവിടെ തന്നെയാണ് പ്രഹരിക്കുന്നത്. അതും മുഖത്തടിക്കുന്ന കരുതുമ്പോ നെഞ്ചിലും, നെഞ്ചിലടിക്കുമെന്ന് കരുതുമ്പോ മുഖത്തും. ഇതിനൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. അമ്മേ, എനിക്ക് ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ എങ്ങനെയാ പിന്മാറുകയാണെന്ന് പറയുക? അത് ഞാൻ ഭയന്നോടുന്നത് പോലെ ആകില്ലേ? അതെന്റെ ഇമേജിനെ ബാധിക്കൂലേ? ഇല്ല, അത് മാത്രം ഞാൻ ചെയ്യില്ല. ചത്താലും വേണ്ടില്ല, ഒരു ഭീരുവിനെ പോലെ ഓടാൻ എന്നെ കിട്ടില്ല. അർജുൻ മനസ്സിലുറപ്പിച്ചു. അവന്റെ ഉള്ളിൽ കോപം കൊണ്ട് നിറഞ്ഞു. പക്ഷേ എത്ര കോപം വന്നാലും തിരിച്ചൊന്നും ചെയ്യാനുള്ള ശേഷി അവനില്ലായിരുന്നു. തന്റെ അവസ്ഥയോർത്ത് അർജുന് തന്നെ ലജ്ജ തോന്നി. ഇതേ സമയം അടുത്ത പഞ്ചിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആനന്ദ്. ഇതോടെ നീ തീരുമടാ. 63. അർജുൻ തല്ലുകൊണ്ട് ആകെ അവശനായി തീർന്നിരുന്നു. ആനന്ദിന്റെ തുടർച്ചയായുള്ള പഞ്ചുകൾ കൊണ്ട് അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അർജുൻ തന്റെ മനസ്സിൽ താൻ തോറ്റു എന്ന് സമ്മതിച്ചെങ്കിലും അത് പുറത്തു പറയാൻ അവൻ തയ്യാറായിരുന്നില്ല. അതേസമയം അവൻ തല്ലുകൊണ്ട് അവശനായെങ്കിലും ആനന്ദ് അവനെ അടിക്കുന്നത് നിർത്തിയില്ല. ആനന്ദ് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അർജുന്റെ മുഖത്തിന് നേരെ അടിക്കാൻ കയ്യൊങ്ങി. അവന്റെ കണ്ണിലെ അടങ്ങാത്ത പക അർജുൻ കണ്ടു. ആനന്ദിന്റെ അടുത്ത അടി കൂടി കൊണ്ടാൽ താൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു. മതി, ഞാൻ തോൽവി സമ്മതിക്കാം. അർജുൻ ഭയത്തിൽ വേഗം ആനന്ദിന്റെ കൈ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. തോൽവി സമ്മതിച്ചത് അർജുന് വലിയ അപമാനമാണെങ്കിലും അവൻ അപ്പോൾ തന്റെ ജീവനായിരുന്നു പ്രധാനം. സഹതാപം എന്നൊന്നില്ലാത്ത ഒരുവനാണ് ആനന്ദെന്നും ഇനിയും താൻ അഹങ്കാരം കാണിച്ചു നിന്നാല് ജീവൻ പോലും ബാക്കിയാവില്ല എന്ന് അവന് തോന്നി. തോറ്റുകൊടുക്കുകയല്ലാതെ അർജുന്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. അതെന്തായാലും നന്നായി. അവൻ നിന്നെ കൊല്ലുമോന്ന് ഞാൻ ഒന്ന് പേടിച്ചിരുന്നു. അതിനുള്ളിൽ തന്നെ നീ തോൽവി സമ്മതിച്ചല്ലോ, ചേതൻ അർജുനോട് പറഞ്ഞു. എന്നിട്ട് അവൻ തന്റെ സ്റ്റുഡൻസിന്റെ നേരെ തിരിഞ്ഞു. സാറാ, നെക്സ്റ്റ് നീ. അവൻ അവളെ വിളിച്ചു. ഇത് കഴിഞ്ഞില്ലേ? അർജുൻ വീണ്ടും നടുങ്ങി. ചേതൻ വിളിച്ചത് കേട്ട് സാറ ഉത്സാഹത്തോടെ വന്നു. അവളും അർജുനെ ഒന്ന് ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ തല്ലാൻ തുടങ്ങി. അവളും ആനന്ദിനെ പോലെ തന്നെയാണെന്ന് അർജുന് തോന്നി. അർജുൻ കരഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ തോൽവി സമ്മതിച്ചു. അതിനുശേഷം മേഘയും അർജുനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് തന്റെ പ്രതികാരം വീട്ടി. ചേതന്റെ 5 പിള്ളേരും വന്ന് മേഞ്ഞതിന് ശേഷം കണ്ണെല്ലാം നീര് വെച്ച് വീർത്തടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അർജുന്. ശരി, എല്ലാ മത്സരവും കഴിഞ്ഞു. എല്ലാത്തിലും നീ നല്ല രീതിയിൽ തോൽക്കുകയും ചെയ്തു. ഇനി നീ പറഞ്ഞതുപോലെ തന്നെ വേഗം എഴുന്നേറ്റ് വന്ന് ഓരോ സ്റ്റുഡൻസിനും തരാമെന്ന് പറഞ്ഞ 1000 സ്വർണ്ണ നാണയങ്ങളും കൂടെ കഥക് നശിപ്പിച്ചതിന്റെ ചെലവും ചേർത്ത് മൊത്തം 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങെടുക്ക്. ചേതൻ നിലത്ത് കിടക്കുന്ന അർജുനെ നോക്കി പറഞ്ഞു. അത് കേട്ട് അർജുൻ ഒന്ന് ഞെട്ടി. അവൻ വിജയിക്കുന്നവന് 1000 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്നാണ് പറഞ്ഞത്. ഒരുത്തൻ പോലും തന്റെ മുമ്പിൽ ജയിക്കില്ലെന്നും സ്വർണ്ണ നാണയങ്ങളൊന്നും തനിക്ക് കൊടുക്കേണ്ടി വരില്ലെന്നുമാണ് അപ്പോൾ അവൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ 5 പേരോടും തോറ്റ് എല്ലാവരുടെ കയ്യിൽ നിന്നും കണക്കിന് തല്ലുകൊള്ളുകയും ചെയ്തു. ഞാനെന്തിന് 10,000 സ്വർണ്ണ നാണയങ്ങൾ തരണം? എങ്ങനെ കൂട്ടിയാലും നിങ്ങൾ ആകെ 5 പേരല്ലേ ഉള്ളൂ. അപ്പോ 5,000 അല്ലേ വരേണ്ടത്? അർജുൻ ആയാസപ്പെട്ട് പറഞ്ഞു. നീ നശിപ്പിച്ച കഥക് ശരിയാക്കാൻ 5,000 സ്വർണ്ണ നാണയങ്ങൾ പിന്നെ ആര് വരും? സാറ് പറഞ്ഞത് കേട്ടില്ലേ നേരത്തെ? ഇടി കിട്ടി ഇവന്റെ ചെവിയെ കടിച്ചു പോയെന്നാ തോന്നുന്നേ. വിവേക് അർജുന്റെ ചോദ്യം കേട്ട് പറഞ്ഞു. ഈ ഒരു കഥകിന് 5,000 സ്വർണ്ണ നാണയങ്ങളോ? ഇതുപോലത്തെ ഒരു 5 കഥക് വാങ്ങിയ പോലും 100 സ്വർണ്ണ നാണയങ്ങൾ തികച്ചാവില്ല. നിങ്ങൾ ഇവിടെ ഒരു കഥകിനാണ് 5,000 ചോദിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുവല്ലേ? അർജുൻ ചോദിച്ചു. ശരി, എന്നാ നീ പണം തരണ്ട. ചേതൻ സാർ, ഈ 4th റാങ്ക് വാങ്ങിയ മിടുക്കന്റെ അടുത്ത്
എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. സാർ അതിന് എനിക്ക് പെർമിഷൻ തരുമോ? ആനന്ദ് അർജുൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പെർമിഷനൊക്കെ തരാം, കൊല്ലാതെ വിട്ടേക്കണം പക്ഷെ. മനസ്സിലായോ? ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും അർജുൻ ഒന്ന് നടുങ്ങി. അവന്റെ ഉള്ളിൽ ആകെ ഭയം നിറഞ്ഞു. വേണ്ട, എന്നെ തല്ലരുത് പ്ലീസ്. ഞാൻ പണം തരാം. ഇതിൽ കൂടുതൽ തല്ല് വാങ്ങാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആ കഥക് നശിപ്പിച്ച തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇനി എന്നെ തല്ലരുത്. അർജുൻ അവരോട് കരഞ്ഞുകൊണ്ട് കെഞ്ചി. എന്നിട്ട് തന്റെ കയ്യിലുള്ള പണം എടുത്ത് അതിൽ നിന്നും 10,000 സ്വർണ്ണ നാണയങ്ങൾ എണ്ണിയെടുത്ത് ചേതന്റെ സ്റ്റുഡൻസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അർജുൻ വലിയ സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലും അവൻ കുറെ നാളായി കൂട്ടി വെച്ചാണ് ഈ 10,000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കിയത്. അത് വെറുതെ വ്യർത്ഥമായൊരു പന്തയത്തിന്റെ പേരിൽ ഇല്ലാതെയാകുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ അർജുൻ പണം പോയതിന്റെ ദുഃഖത്തിലും തല്ല് കിട്ടിയതിന്റെ വേദനയിലും ഇരിക്കുമ്പോൾ അവിടെ ശ്യാമിന്റെ ക്ലാസ് റൂമിൽ ശ്യാമും തോമസും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശ്യാമിന്റെയും ചേതന്റെയും ഇടയിൽ നടക്കാൻ പോകുന്ന പന്തയത്തിൽ ചേതൻ തോറ്റാൽ അവന്റെ സ്റ്റുഡൻസ് വേറെ അധ്യാപകരെ തേടിപ്പോകും. അതോടുകൂടി ചേതനും ഈ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് മനക്കോട്ട കെട്ടുകയായിരുന്നു ശ്യാം. അല്ല ശ്യാം, ചേതൻ നിന്റെ പന്തയത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? തോമസ് തന്റെ താടി തടവിക്കൊണ്ട് ചോദിച്ചു. അവൻ പന്തയം ഏറ്റെടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും എനിക്ക് വിഷയമല്ല. എന്നെ പോലെ ഈ സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് നിന്നുമാണ് അവൻ 2 കുട്ടികളെ തട്ടിയെടുത്തത്. അതിനുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ആർക്കും എന്നെ വലിയ മതിപ്പുണ്ടാവില്ല. എന്റെ സ്റ്റുഡൻസ് എന്നെ വിട്ട് പോയാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് കരുതി എന്നെ പറ്റി ആളുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയും. അതിനിടം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ശ്യാം പറഞ്ഞു. ശ്യാം പറയുന്നതും ശരിയാണ്, പക്ഷേ തോമസ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ അവിടേക്ക് വന്നു. ശ്യാം സാർ, എന്നെ ഒന്ന് രക്ഷിക്ക്, എനിക്ക് സാറിന്റെ ഹെൽപ്പ് വേണം, അവൻ പറഞ്ഞു. ഞാൻ എന്തിനാ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് നീ ആരാ? ശ്യാം അവന് വലിയ മതിപ്പ് കൊടുക്കാതെ സംസാരിച്ചു. ശ്യാമിന് അയാളെ കണ്ടിട്ട് അതാരാണെന്ന് പോലും മനസ്സിലായില്ല. ശ്യാം സാർ, സാറിന് എന്നെ അറിയില്ലെന്നോ? അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അറിയാത്തത് കൊണ്ടല്ലേ ആരാണെന്ന് ചോദിച്ചത്. അറിയുമെങ്കിൽ ഞാൻ ചോദിക്കൂ. പോയെ വെറുതെ മനുഷ്യന്മാരുടെ സമയം കളയാൻ, ശ്യാം വീണ്ടും ചോദിച്ചു. സാർ, ഇത് ഞാനാണ് അർജുൻ എന്ന് പറഞ്ഞ് അർജുൻ കിടന്ന് കരയാൻ തുടങ്ങി. അർജുനോ, നിനക്കെന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്നെ പന്തയത്തിന്റെ കാര്യം പറയാനല്ല ഞാൻ പറഞ്ഞു വെച്ചത്. ഇപ്പൊ നിനക്കെന്താ പറ്റിയത്? ശ്യാം അവനെ കണ്ട് ഞെട്ടലോടെ ചോദിച്ചു. അർജുൻ മറുപടി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ശ്യാം അവന്റെ രൂപം ആകെ ഒന്നും നോക്കി. നീര് വന്ന് വീർത്ത് ചോര കല്ലിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അവനുണ്ടായത്. അർജുൻ, എന്തുപറ്റി? എന്താ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ശ്യാമിന് ഒന്നും മനസ്സിലായില്ല. എന്നെ അവർ അടിച്ചു സാർ, അർജുൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആര്? നിന്നെ അടിച്ചുവെന്നോ? ചേതനോ? അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടോ? അതും ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ അടിച്ചുകൂടാ എന്നുള്ള റൂൾ ഇവിടെ നിലനിൽക്കുമ്പോ? ശ്യാം ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്റെ ഓറ അവിടമാകെ നിറഞ്ഞിരുന്നു. ശ്യാം ഡോൺ 6 നിലയിലുള്ള ഒരു ഫൈറ്ററാണ്. അതിനാൽ അവന് ദേഷ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന്റെ ശക്തിയുടെ അളവും കൂടും. അർജുൻ ആണെങ്കിൽ റാങ്കിങ്ങിൽ 4th പൊസിഷനിലുള്ള കുട്ടിയാണ്. അവന്റെ അത്രയും ശക്തരായവർ ആരും തന്നെ ചേതന്റെ കുട്ടികളുടെ ഇടയിലില്ല. അതുകൊണ്ട് തന്നെ അർജുനെ അടിച്ചത് ചേതനാണെന്ന് ഉറപ്പിച്ചു. ഇന്നാ ചേതന്റെ ഇവിടുത്തെ അവസാന ദിവസമാണ്. അവൻ ചെയ്തതിന് തക്കതായ ശിക്ഷ കൊടുക്കാതെ ഞാൻ അവനെ വെറുതെ വിടില്ല, ശ്യാം ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. സാറ് വിചാരിക്കുന്ന പോലെ ചേതൻ സാറല്ല എന്നെ അടിച്ചത്, അയാളുടെ സ്റ്റുഡൻസ് ആണ്. അർജുൻ ശ്യാം പറഞ്ഞത് കേട്ട് മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടതും ശ്യാം വല്ലാത്ത ആശ്ചര്യത്തിലായി. അർജുൻ, നീ പറയുന്നത് സത്യം തന്നെയാണോ? അതോ ആ ചേതൻ നിന്നെ വിരട്ടി നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണോ? ചേതന്റെ സ്റ്റുഡൻസിൽ ആരും തന്നെ നിന്റെ ലെവലിലുള്ളവരാവില്ല. പിന്നെ എങ്ങനെ അവർക്ക് നിന്നെ ഈ പരുവമാക്കാൻ കഴിയും? ശ്യാം അവനോട് ചോദിച്ചു. അവർ തന്നെയാണ് സാർ എന്നെ അടിച്ചത്, അല്ലാതെ ചേതൻ സാർ എന്നെ അടിച്ചിട്ടില്ല. അർജുൻ ശ്യാമിന്റെ ചോദ്യം കേട്ട് വേവലാതിയോടെ വീണ്ടും പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി അവരെല്ലാം ചേർന്ന് നിന്നെ ഒരുമിച്ച് അടിച്ചതാണോ? ശ്യാം താൻ കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും ചോദിച്ചു. ഒരുമിച്ചല്ല സാർ, അവര് ഒറ്റയ്ക്കാണ് അടിച്ചത്, അർജുൻ വിക്കി പറഞ്ഞു. അർജുൻ, നീ 4th റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അങ്ങനെയുള്ള നീ എങ്ങനെയാണ് അവരുടെ അടുത്ത് നിന്നും അടി വാങ്ങിക്കൂട്ടിയത്? നിനക്ക് ഞാൻ ഒരുപാട് മൂവുകൾ പഠിപ്പിച്ചു തന്നല്ലേ, എന്നിട്ട് നീ അതൊന്നും പ്രയോഗിച്ചില്ലേ? അറ്റ്ലീസ്റ്റ്
അടി വാങ്ങാതെ തടുക്കാനെങ്കിലും നിനക്കത് ഉപയോഗിക്കാമായിരുന്നല്ലോ. നിനക്ക് അവരെക്കാൾ ശക്തിയുണ്ട്. പിന്നെയും ഇതെങ്ങനെയാണ് സംഭവിച്ചത്? കഴിഞ്ഞ 2 ദിവസങ്ങളായി ശ്യാം അർജുനെ നല്ലതുപോലെ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും ഡോൺ 2 സ്റ്റേജിൽ താഴെയുള്ള ഒരാൾ അർജുനെ ഇങ്ങനെ അടിച്ചു എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ശ്യാമിന് തോന്നിയത്. എന്തിന്, അവരെല്ലാം ചേർന്ന് അർജുൻ അടിച്ചാൽ പോലും അർജുൻ ഇത്രയും പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയില്ല. ഇതെല്ലാം ചിന്തിക്കുന്തോറും ശ്യാമിന് തന്റെ തല പെരിക്കുന്നത് പോലെ തോന്നി. ആദ്യം ഞാൻ അവരെല്ലാം അടിച്ചു വീഴ്ത്തിയതാണ്. ഒറ്റൊന്നിനു പോലും തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ചേതൻ സാർ അവിടേക്ക് വന്നത്. അതിനുശേഷം അവർക്കെല്ലാം സൂപ്പർ പവർ കിട്ടിയതുപോലെയായിരുന്നു. പക്ഷെ അതിശയം അതല്ല, സാറാകെ 3 സ്റ്റെപ്സ് മാത്രമാണ് അവരെ പഠിപ്പിച്ചത്. അത് മാത്രം വെച്ച അവരല്ലേ. അവൻ കരഞ്ഞുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ചേതൻ തന്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുത്ത ആ 3 മുറകളും അർജുൻ ശ്യാമിന് കാണിച്ചു കൊടുത്തു. അത് കണ്ട ശ്യാമും തോമസും ആശ്ചര്യത്തോടെ തമ്മിൽ നോക്കി. അർജുൻ പറയുന്നത് ഒന്നും തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ സമയത്ത് നിന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് നിനക്ക് ഉറപ്പാണോ? നിനക്കിനി വയ്യാതിരുന്ന സമയമായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അങ്ങനെയല്ലാതെ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതയില്ലല്ലോ. ഇതിനു മുമ്പ് തന്നെ ശ്യാം അർജുനോട് ചോദിച്ച ചേതന്റെ കുട്ടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ വിവേകിന്റെ വിവരങ്ങളും ഉണ്ടായിരുന്നു. വിവേക് ചെറുതായിരുന്ന സമയത്ത് തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചതാണ്. അതുമാത്രവുമല്ല, അവൻ ഒരു വിധത്തിലുമുള്ള ആയോധന മുറകളെ കുറിച്ചും പഠിച്ചിട്ടില്ല. അവന്റെ ആകെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ കട്ടിയേറിയ ചർമ്മമാണ്. അത് അവന് ജന്മനാൽ ലഭിച്ച ഒന്നാണ്. അതുള്ളത് കൊണ്ട് തന്നെ അവന് ഡിഫൻസിൽ നല്ല കഴിവാണ്. എന്നാലും അറ്റാക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് റാങ്കിങ്ങിൽ ഏറ്റവും താഴെയായി മാറി. അത് മാത്രവുമല്ല, അവന് തന്റെ ആകെയുള്ള കഴിവ് പോലും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള അവൻ എങ്ങനെയാണ് അർജുനെ തോൽപ്പിച്ചത് എന്നുള്ളത് ശ്യാമിന് മനസ്സിലായില്ല. ചേതൻ പറഞ്ഞു കൊടുത്ത സ്റ്റെപ്സ് അവർ എങ്ങനെയാണ് നിന്റെ അടുത്ത് ഉപയോഗിച്ചത്? അവർ ഒന്നും ചെയ്യാതെ നിന്നെ ഈ അവസ്ഥയിലാക്കാൻ കഴിയില്ലല്ലോ, ശ്യാം ചോദിച്ചു. ശരിക്കും ചേതന പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പുകൾ നേരെയാണോ ചെയ്തത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണോ എന്നുള്ളതിൽ ഒന്നും ഒരു കാര്യവുമില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും ആ സ്റ്റെപ്പുകൾ ഒരു ഫൈറ്ററിന്റെ മുമ്പിൽ വെറും നിസാരമായവയാണ്. ഇല്ല സാർ, ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ തന്ത്രങ്ങളുണ്ട്, അർജുൻ പറഞ്ഞു. നീ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഒന്നും വിടാതെ എന്നോട് പറയേ, ശ്യാം അവനോട് ആവശ്യപ്പെട്ടു. അർജുൻ അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നുകൂടി വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ ശ്യാമിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ അവർക്ക് നിന്റെ വീക്ക് പോയിന്റ് ഏതാണെന്നുള്ളതറിയാം. ആ ആദ്യത്തെ 2 സ്റ്റെപ്പുകളും നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. അവർ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ സ്ട്രൈക്ക് ചെയ്തു. അതിൽ അവരുടെ കഴിവ് മാത്രമല്ല, നിന്റെ കഴിവുകേടുമുണ്ട്. നീ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നിട്ട് ഇങ്ങനെ പോയി മണ്ടത്തരം കാണിക്കരുതായിരുന്നു. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ കാരണം ഇപ്പോ എനിക്ക് കൂടിയാണ് നാണക്കേട്, ശ്യാം ദേഷ്യത്തിൽ പറഞ്ഞു. ശ്യാമിന്റെ ദേഷ്യഭാവം ആദ്യമായി കണ്ട അർജുന് വല്ലാത്ത ഭയം തോന്നി.